ഹായ് ഗായ്സ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുക കേട്ടോ. അത് പച്ചക്കറി, അതുപോലെ തന്നെ പലഹാരങ്ങൾ, അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ, പലചരക്ക് സാധനങ്ങളൊന്നുമല്ല. വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വേണം. അപ്പോൾ അത് വാങ്ങാൻ പോവുക കേട്ടോ. അപ്പോൾ ഇക്ക മുഖം കാണിക്കണില്ലേ വീഡിയോയിൽ. അപ്പോൾ ഇക്കാരായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കിയേക്കട്ടെ ഞാൻ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കളയെ പറയണേ, ഏകദേശം ഒരു 2 വർഷത്തോളമായി പറയണം ഇക്കാട് വീട്ടിലേക്ക് വേണ്ട പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെ കുറച്ച് മേടിക്കണമെന്ന്. അപ്പോൾ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫൈബറിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇക്കാനെ നിർബന്ധിച്ച് വിളിച്ചിട്ട് ഞാൻ പോണേൻ്റെ തല്ലൂട്ടാട്ടൊക്കെ ഇക്ക പറഞ്ഞു ഇപ്പോൾ വാങ്ങേണ്ട സാധനങ്ങൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോകട്ടെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഉടക്കിയിട്ടിരിക്കുകയാണ് ഇക്ക. അങ്ങനെ എന്താണ് മുഖം കാണിക്കാത്തത്. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ റിച്ചൂസ് ഇതാ വണ്ടീൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് പോകാൻ തുടങ്ങി. അവ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തല നന്നായിട്ട് മുട്ടുണ്ട് കേട്ടോ സ്കൂട്ടീൻ്റെ മുകളിൽ. എന്നാലും ചെറുതായിട്ടൊക്കെ പിടിച്ച് നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാട്ടിത്തരാം. നിങ്ങൾ മുമ്പത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും. അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വില കുറവാട്ടോ. വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾക്കാവട്ടെ, ഗ്ലാസ്സുകൾക്കാവട്ടെ ഒക്കെ വില കുറവാണ്. പിന്നെ ഈ കിടക്കുന്ന ചെരുപ്പുകളൊക്കെ ഇല്ലേ, ഇതിനൊക്കെ 200 രൂപ കേട്ടോ. ഏതെടുത്താലും 200 രൂപ. ഷൂവിനൊക്കെ ഒരു 50 രൂപേൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 250 എന്നൊക്കെ ആവും, ചിലപ്പോൾ 300 ആവും. പക്ഷെ 300-ന് കൂടില്ല കേട്ടോ. ഭയങ്കര ലാഭമായിട്ടാണ് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുക കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. അത്യാവശ്യം കുറേ കാലത്തോളം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡ്രസ്സുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഉള്ള ഡ്രസ്സിനൊക്കെ 350, 300 രൂപ, 200 രൂപ അങ്ങനെ കേട്ടോ. 350-ന് ചോട കേട്ടോ എല്ലാ ഡ്രസ്സുകളും. പിന്നെ പലാസ പാൻറ്റുകളുണ്ട്, പിന്നെ സ്ക്രാച്ച് പാൻറ്റുകൾ, ജീൻസുകൾ, അതിനൊക്കെ റേറ്റ് കുറവാട്ടോ. വളരെ റേറ്റ് കുറവാണുള്ളത്. അതുപോലെ നമുക്ക് ബാഗുകളുണ്ട്, പിന്നെ ഹാൻഡ് ബാഗുകളുണ്ട്, കുട്ടികളുടെ ബാഗുകളുണ്ട്. അങ്ങനത്തെ കളക്ഷൻസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പ്ലേറ്റുകൾ, ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റേറ്റ് കുറവിന് കൊടുക്കണോണ്ട് തന്നെ ആൾക്കാരും ആവശ്യക്കാരൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ട് വേണം എന്നാട്ടാ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ 30 രൂപ തൊട്ടിട്ടുള്ള ഗ്ലാസ്സുകൾ കണ്ടു കേട്ടോ, സ്റ്റീലിൻ്റെ. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനിയും വരും, ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതുവരേക്ക് കാത്തുകള ക്ഷമ എനിക്കില്ല കേട്ടോ. കാരണം ഇക്കാൻ്റെ മനസ്സ് മാറിയിട്ട് മുമ്പ് വേഗം സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പം ഒന്നും സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങലുണ്ടാവില്ല. അപ്പോൾ എനിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ചെന്നാൽ പിന്നെ എനിക്ക് അവിടെ കാണുന്ന ഫുൾ ഐറ്റംസും വേണം കേട്ടോ. കാരണം എല്ലാം നമുക്ക് ഉപകാരപ്പെടേണ്ടതാണ്. നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഫുള്ളും കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് എന്ത് കണ്ടാലും മാറ്റി വെക്കാൻ പറ്റണില്ല. ഇതൊക്കെ എടുക്കണം എന്നുള്ള ഒരു ജ്വരമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്, വേണ്ട ഇതെടുക്കണ്ട, അതെടുക്കണ്ട, ഇതെന്തിനാണ്, ഇതെന്തുപയോഗമാണുള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ചെടുക്കുക പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് നേരത്തിന് കാരണം മുഖമൊന്നും നോക്കാണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചവിട്ടികളുണ്ട് കേട്ടോ, പല റേറ്റിനും. 4 എണ്ണം 100, 3 എണ്ണം 100, അതുപോലെ 50 രൂപേൻ്റെ, അങ്ങനെ പല റേറ്റിൻ്റെയും ചവിട്ടികളുണ്ട്. 4 എണ്ണം 100-ൻ്റെ ചവിട്ടികളൊക്കെ ഇത്തിരി ക്വാളിറ്റി വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ വലിപ്പ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പിന്നെ 50 രൂപേൻ്റെ ചവിട്ടിയൊക്കെ നല്ല വലിപ്പമായിട്ട് ഉണ്ടാവുക, നന്നായിട്ട് യൂസ്ഫുൾ ആവേണ്ടതാണ്. പക്ഷെ എന്നാലും ഞാൻ 4 എണ്ണം 100-ൻ്റെ എടുത്തുള്ളൂ. കാരണം നല്ല റേറ്റിൻ്റെ ആയി കഴിഞ്ഞാലും കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് ബഡ്ജറ്റ് ഒതുങ്ങുന്നത് വേണ്ടേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചവിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കണ്ടെന്നൊക്കെ കുറേ പറഞ്ഞു കേട്ടോ. എന്നാലും ഞാൻ എടുത്തു. എനിക്ക് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഏകദേശം ഒരു 120 രൂപയായിട്ടാണ് വന്നത് ആ ചെറിയൊരു ബോക്സിന്. പിന്നെ കത്തികൾ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കത്തി എനിക്ക് വേണമായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കത്തി കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലൊക്കെ ഇവിടെ യൂസ് ചെയ്യുക മറ്റേ പിടി, ഒരു കറുപ്പ് കളറായിട്ടുള്ള പിടിയില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ, വലിയ നീളമില്ലാത്ത അങ്ങനത്തെ കത്തിയായിട്ട് യൂസ് ചെയ്യുക. അതിന് ഭയങ്കര മോർച്ച ഉണ്ടാവും കേട്ടോ ആ കത്തിക്ക്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കത്തി ഉണ്ട്, മരത്തിൻ്റെ പോലത്തെ പിടിയും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ. പക്ഷെ അതൊരു വാള് പോലത്തെ കത്തിയാട്ടോ, നല്ല നീളമാണ് അതിന്. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. കത്തി മാത്രം ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ പ്ലേറ്റും ഗ്ലാസും ബാക്കിയൊക്കെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ജഗ്ഗുകളൊക്കെ കണ്ട് നമുക്ക് ഓയിലും വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്നതാണ്. നല്ല രസമല്ലേ കാണാൻ തന്നെ. അതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നമുക്കത് എടുക്കാൻ തോന്നും കേട്ടോ. അവിടെ വെച്ച് പോരാനേ മനസ്സ് തോന്നില്ല. അപ്പോൾ ഞാനതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 123 ആയിരുന്നു. പിന്നെ 100 രൂപേൻ്റെ ഉണ്ട്, 50 രൂപേൻ്റെ ഉണ്ട്. പക്ഷെ 50 രൂപേൻ്റെ ഒക്കെ നല്ല ചെറുതാവും കേട്ടോ. നമുക്ക് 1 കിലോൻ്റെ ഓയിൽ അങ്ങനെ ഒന്നും ഒഴിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് വലുത് എടുക്കണ്ടേ, എന്നാലല്ലേ ഉപകാരപ്പെടുള്ളൂ. കണ്ടോ, അതിനൊക്കെ 100
രൂപയുള്ള ഞാൻ ഇപ്പോൾ എടുത്ത ചെറിയ ചെറിയ ജാറുകൾ പോലത്തില്ലേ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിനൊക്കെ 100 രൂപയുള്ള പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് റേറ്റിന് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ കുറേ നേരം അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലേ. അത്യാവശ്യം കുറേ സാധനങ്ങൾ എടുത്തേപ്പിൾ നിൽക്കുക പറഞ്ഞു വായ പോവുക വീട്ടിലേക്ക് പോവുക പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ചെയ്തത്. പിന്നെ കുട്ടികൾക്ക് വേണ്ട സ്ക്രാച്ച് പാൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 250 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ആണ് സ്ക്രാച്ച് പാൻ്റൊക്കെ. വളരെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അത് പ്രതീക്ഷിച്ചിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. നമുക്ക് കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വേറെ കടയിൽ പോയി എടുക്കുകയും നല്ലത്. ഇവിടെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയുള്ള ഡ്രസ്സുകളാണ്. അതുപോലെ തന്നെ ലെഗിൻസ്, സിമ്പിളായിട്ടുള്ള ടോപ്പുകളൊക്കെ ഇല്ലേ, വലിയ വർക്കില്ലാത്ത ടോപ്പുകൾ അതൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് റേറ്റ് കുറവിനൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അടുത്ത സാധനങ്ങൾ കേട്ടോ മാറ്റി വെക്കേണ്ടതൊക്കെ. അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കണം അവർ എത്ര രൂപയെന്ന്. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ മൊത്തം കുട്ടികളുടെ കേട്ടോ. കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. അത് പല പ്രായക്കാരൻ്റെയും കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് 4 എടുത്ത 100 രൂപ പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 20 രൂപേൻ്റെ ട്രൗസറുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ റേറ്റും കൂടും കേട്ടോ. അവിടെ 80 രൂപ 90 രൂപ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാനുള്ള ഡെയിലി ഡ്രസ്സുകളാട്ടാ. ഇത് നമുക്ക് കറക്റ്റ് സ്പോട്ട് വരുന്ന കൽപ്പക വെഡിങ് ഡ്രസ്സില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടാ ഈ കട വരേണ്ടത്. നമുക്ക് ചെറിയൊരു കടയാണിത്. പട്ടാമ്പിക്ക് പോണ വഴിയില്ലേ അവിടെ ഇട്ടത്. പിന്നെ പോണ വഴിക്ക് നമ്മുടെ ബോച്ചേൻ്റെ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇടിവണ്ടി എന്നാണ് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ആളതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഫുള്ള് ബ്ലാക്ക് കളർ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബോച്ചേനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്ലേറ്റ് കിട്ടിയില്ലല്ലോ ആ കടയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി വേറൊരു കടയ്ക്ക് വന്നേക്കട്ടെ. പ്ലേറ്റും ഗ്ലാസും വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി കുറേ സാധനങ്ങളൊക്കെ അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പട്ടാമ്പി റോട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ കൽപ്പക വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആ കടയിലൊന്ന് കയറി നോക്കട്ടെ. എല്ലാവർക്കും ഉപകാരമാവും. ആ കടയിൽ കയറി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഡ്രസ്സായാലും ഒക്കെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഈ കടയിൽ ഇവിടെ ഞാൻ കയറിയിരിക്കുന്നത് കുന്നംകുളത്തിനുള്ള വേറെ കടയായിട്ട് അത് കയറിയിരിക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തൂക്കം നോക്കിയിട്ടാണ് നമുക്ക് പ്ലേറ്റുകളൊക്കെ തരിക പറഞ്ഞിട്ടാണ് തൂക്കം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് ഞങ്ങൾ വന്നു കേട്ടോ. കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങി നിന്നില്ല. കാരണം ഇന്ന് കുറേ ഇലക്ഷൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരൊക്കെ ജാഥ ഒക്കെ ആയിട്ട് പോണത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയും അങ്ങനെ ജാഥ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള സ്വീകരണം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരമുള്ള കേട്ടോ കുന്നംകുളത്തേക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താനുള്ള പരിപാടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ് ഇതെന്ന്. അവിടുന്ന് ലെയിമൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗായി വരുന്നവരെ ബൈ ബൈ.